കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരചിത്രം പരിശോധിക്കുന്ന 20 ലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന പത്തനംതിട്ട മണ്ഡലമാണ്. രൂപം കൊണ്ട കാലം മുതൽ UDFിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ആൻഡ്രോ ആൻ്റണി. വിജയം കോൺഗ്രസിനും ആൻഡ്രോ ആൻ്റണിക്കും ഒപ്പം മാത്രം. കഴിഞ്ഞ 2009 മുതലുള്ള മണ്ഡലത്തിലെ ചരിത്രം അതാണ്. ഒറ്റ നോട്ടത്തിൽ കോൺഗ്രസിനും UDFിനും ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കും എന്ന് പറയാം പത്തനംതിട്ടയിൽ. പക്ഷേ 2024 കാര്യങ്ങൾ അങ്ങനെയാണോ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 2021 വിജയിച്ചത് LDF ആണ്. അത് നോക്കിയാൽ LDFിനാണ് മേൽക്കൈ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻഡ്രോ ആൻ്റണി തന്നെ. CPM മത്സരിപ്പിക്കുന്നത് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി തോമസ് ഐസക്കിന്. ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം പത്തനംതിട്ടയെ ഇക്കുറി വാർത്തകളിൽ നിറച്ചത് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJP സ്ഥാനാർത്ഥിയായതാണ്. 2009 B രാധാകൃഷ്ണ മേനോൻ, 2014 MT രമേശ്, 2019 K സുരേന്ദ്രൻ. ഇതായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. 2014 വോട്ട് വീതം കൂടി 2019 K സുരേന്ദ്രൻ എത്തിയപ്പോൾ 13.5% വോട്ട് കൂടി 28.97 2019 ശബരിമല എന്ന പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന്. ഇക്കുറി അനിൽ ആൻ്റണി അത്രത്തോളം വരുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. എന്ത് തോന്നുന്നു ഈ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം? ഇപ്പോൾ 2019 BJPയുടെ വോട്ടിലുണ്ടായ വർധന, ആ വർധനയിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കുമോ? രാജീവ്, വാസ്തവത്തിൽ അനിൽ ആൻ്റണി ആദ്യം BJP ഇവിടെ നിയോഗിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചത് BJP കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ K സുരേന്ദ്രനാണ്. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ശബരിമല സമരത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വലിയ ഗംഭീരമായി നടക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ്. ഇതൊക്കെ ആയിട്ടും കഴിഞ്ഞ തവണ BJPയുടെ ഏറ്റവും ശക്തനായ ശബരിമല സമരത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന സുരേന്ദ്രൻ തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ അനിൽ ആൻ്റണിക്ക് വാസ്തവത്തിൽ പത്തനംതിട്ടയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഇതിനർത്ഥം ഒരു വലിയ ഗംഭീരമായ മുന്നേറ്റം സുരേന്ദ്രനെക്കാട്ടിലും ഉണ്ടാകും എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ സുരേന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഒരു എന്താ പറയുക, അത്രയൊന്നും നിലവാരമില്ലാത്ത BJPക്കകത്ത് ഇല്ലാത്ത ഒരു കാലുമാറി വന്ന ഒരാൾ, ക്രിസ്തീയനായ ജന്മന ആയ ഒരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ BJPക്ക് ഒന്നും ഒരു അനുകൂല ഘടകമാവില്ലെന്ന് വിചാരിച്ചെങ്കിലും വിചാരിച്ചതിനെക്കാട്ടിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനിൽ ആൻ്റണി അവിടെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മികച്ച ഒരു പെർഫോമൻസ് ആണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഊർജ്ജസ്വലനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ സാന്നിധ്യം തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലൊക്കെ ചില അപക്വമായിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്. അവസാനം AK ആൻ്റണിയെ പോലും അദ്ദേഹത്തിന്റെ പിതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് അത്ര ശോഭ നൽകുന്ന കാര്യങ്ങളല്ല. അഴിമതി കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോപണം ശരവീനായ ആളാണ്. ഇതൊന്നും അദ്ദേഹത്തിനെ ശക്തനാക്കുന്നത്, അദ്ദേഹത്തിന്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ പറയുന്നത് തുടക്കത്തിൽ നിന്ന് അനിൽ ആൻ്റണി ഭേദപ്പെട്ട പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പെടുത്താൽ 2014 2019 ഇടത് ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വോട്ടിൽ ഇടിവുണ്ടാകുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയത് BJP മാത്രമാണ്. BJPക്ക് വളർച്ച ഉണ്ടാകുന്നൊരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്നുള്ളത് സംശയമറ്റ സംഗതിയാണ്. പക്ഷെ ആ വളർച്ച തുടരാൻ പാകത്തിലുള്ളൊരു കരുത്ത് അനിൽ ആൻ്റണിക്കുണ്ടോ? അതിനോടൊന്നും തോന്നുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ആദ്യം ഇതിന്റെ ഈ ഇക്കണോമിക്സ് ബേസ് എന്ന് പറയുന്ന ഒരു ബേസ് ഫിനോമിനൻ ഉണ്ട്. അതായത് നമ്മൾ വളരെ പ്രതീക്ഷ അദ്ദേഹത്തിൽ വളരെ കുറഞ്ഞ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ ബേസിൽ നിന്ന് ആ ബേസ് ഇയറിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ബേസിന്റെ ലെവലിൽ നിന്ന് പിന്നെ നോക്കുമ്പോൾ ഈ പ്രചരണ രംഗത്ത് ഒരു മാസമായി അദ്ദേഹം വളരെ വളരെ ഒരു
എന്താ പ്രതീക്ഷിതനെ അപ്പുറം അദ്ദേഹം വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. കാരണം മുമ്പ് അദ്ദേഹത്തിന് വളരെ മോശമാകുമെന്ന് കരുതിയിലൊന്നും ഭേദപ്പെട്ടിട്ടുണ്ട്. എന്നാലും സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ആ അനുകൂല ഘടകങ്ങളൊന്നും അനിൽ ആന്റണിക്കുണ്ടെന്ന് തന്നെ പറയുന്നത്. പക്ഷെ അനിൽ ആന്റണി മുന്നോട്ട് വന്നിട്ടുണ്ട്, തുടക്കത്തിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു 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 മെയ് വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, വർത്തമാനം പറയാനും ഒക്കെ കഴിയുന്ന ഒരു മനുഷ്യരാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം കുറെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൽ വളരെ പ്രതീക്ഷ കുറവായിട്ട് നടത്തുന്നതാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. ബി ജെ പിയെ സംബന്ധിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പി സി ജോർജ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനാണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞാണ്. പൂഞ്ഞാറിലാണെങ്കിൽ ജോർജിൻ്റെ സ്വാധീനം ചെറുതല്ലാത്ത വിധത്തിൽ ഇപ്പോഴും ഉണ്ട് താനും. ഇത് അനിൽ ആന്റണിയുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ പ്രയോഗങ്ങളിലെ പ്രശ്നങ്ങൾ, പിതാവിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഇതൊക്കെ അനിൽ ആന്റണിയുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒരു പരിധിവരെ അതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായി അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്ന ഘടകങ്ങളിൽ ഇതെല്ലാം നിഴൽ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ സമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ പി സി ജോർജ് അദ്ദേഹമാണോ ബി ജെ പിക്ക് ഭേദപ്പെട്ടുമായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ നന്നാവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം പി സി ജോർജിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനം ഉള്ളത് ഒഴിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ അനിൽ ആന്റണിക്ക് പി സി ജോർജിനെക്കാട്ടും തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ കഴിയും, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇല്ല, 3 പേരും ക്രിസ്തീയരാണ് എന്നുള്ളത് എങ്ങനെയാണ് അത് അങ്ങനെ പ്രകടമാകുന്നത് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു വിഷയമാണ്. അനിൽ ആന്റണിക്ക് ആ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലെ സുരേന്ദ്രൻ സമാഹരിച്ചതുപോലെ കഴിയുമോ എന്നുള്ളതിനെ പറ്റി വളരെ സംശയമുണ്ട്. അതേ സമയത്ത് ഒരു ബി ജെ പിയിലേക്ക് കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന സ്ഥിതിക്ക് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, ബി ജെ പിയുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുക, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര തലത്തിൽ തന്നെ, ഏറ്റവും ഉന്നത തലത്തിൽ തന്നെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ തലത്തിൽ തന്നെ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം താഴോട്ട് പോവുകയും അതനുസരിച്ച് ബി ജെ പിയുടെ അല്ലെങ്കിൽ RSSന്റെ പത്തനംതിട്ടയില് വളരെ ശക്തമായ സംഘടന ബലമുള്ള ഒരു ഇതാണ് സംഘപരിവാരമാണ്. അപ്പൊ അതൊക്കെ അതിനെ ഒന്ന് ചലിപ്പിക്കാൻ മറ്റും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ സുരേന്ദ്രനെ പോലെ ഒരു പക്ഷേ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും അതിനടുത്തൊക്കെ പാർട്ടി വോട്ടുകളുടെ കടുത്ത ശക്തമായ ഒരു ഹിന്ദു വികാരമുണർത്തി തന്നെ പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം താഴെ എത്തും എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും സുരേന്ദ്രൻ ഉണ്ടായ പോലെ ഉണ്ടാവില്ല. കാരണം ബി ജെ പി ശബരിമല കാലമല്ല, സുരേന്ദ്രൻ അല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട്. എന്നാലും അനിൽ ആന്റണിക്ക് തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്. നമ്മളിത് പറയുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനും ആന്റോ ആന്റണിക്കും ഒപ്പമാണ്. 2009 ആന്റോ ആന്റണി ആദ്യത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ 1,11,206 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. 2014 പക്ഷേ അത് 56,191 കുറഞ്ഞു. 2019 വീണ്ടും കുറയുന്നു, 44,243. എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ആന്റോ ആന്റണിക്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഈ ആന്റോ ആന്റണിക്ക് MP എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്ന ഒരാളാണ് എന്ന് പറയാൻ സാധിക്കുമോ? അത് ബുദ്ധിമുട്ടാണ്. കാരണം ആന്റോ ആന്റണിക്ക് ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലായിട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു വലിയ വിഭാഗത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ ഒരാളാണ്. അതുകൊണ്ട് ആന്റോ ആന്റണി കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം വോട്ട് വന്നു. അപ്പൊ ആന്റോ ആന്റണിക്ക് വ്യക്തിപരമായി കിട്ടുന്ന പാർട്ടിയുടെ അടിയുറച്ച ചില കോൺഗ്രസ് വോട്ടുകളും UDF വോട്ടുകളും ഒഴിച്ചാൽ സാധാരണ മറ്റു മണ്ഡലങ്ങളിൽ UDFനും കോൺഗ്രസിനും ആകർഷിക്കാൻ കഴിയുന്ന വോട്ടുകൾ അത്രയ്ക്ക് ആന്റോ ആന്റണിക്ക് ഇല്ല എന്നുള്ള ഒരു സത്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ എന്താ പറയുന്ന ഒരു വലിയ UDF അനുകൂല തരംഗം എന്ന് പറയാവുന്നതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് BJPയുടെ ഒരു വലിയ സാന്നിധ്യവും BJP ഒരു ഇത്രയധികം 30% അടുത്തോളം വോട്ട് സമാഹരിച്ചതുമായിരുന്നൊരു കാരണമാണ്. അപ്പോൾ വാസ്തവത്തിൽ അനിൽ ആന്റണി എന്നുള്ള സ്ഥാനാർത്ഥിക്ക് വാസ്തവത്തിൽ ഒരു മൈനസ് പോയിന്റ് ആണ് അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ഉള്ളത്. അപ്പോൾ അത് മറികടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള വളരെ പ്രകടമായ കാരണങ്ങൾ, പ്രത്യക്ഷമായ ഘടകങ്ങളൊന്നും ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളത് സത്യം. ഇത് പറയുമ്പോൾ തന്നെ പത്തനംതിട്ട പരിഗണിക്കുമ്പോൾ UDFും ദുർബലമായിട്ടുണ്ട്. 2019 ഒപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് M ഇക്കുറി LDFിലാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ആന്റോ ആന്റണിയെ എതിർക്കുന്ന വിഭാഗമുണ്ട്. ചില നേതാക്കൾ പാർട്ടി വിട്ടു, ചിലർ CPMലേക്കാണ് പോയത്. ഇത് എത്രത്തോളം ദുർബലമാക്കുന്നുണ്ട് UDFനെയും കോൺഗ്രസിനെയും ഒപ്പം ആന്റോ ആന്റണിയെയും? വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് പത്തനംതിട്ട ജില്ലയിൽ കാണുന്നത്. കാരണം പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അതിശക്തമായ UDF കോട്ടയായിരുന്നു എത്രയോ കാലം. അതിൻ്റെ പത്തനംതിട്ട ജില്ല ആവുന്നതിന് മുമ്പും ആ മണ്ഡലങ്ങൾ ഒപ്പം നിന്നതാണ്. വിമോചന സമരത്തിൻ്റെയും മറ്റും ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക സമരക്കളങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു എന്താ ഈ പ്രത്യേകിച്ച് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വോട്ടുകളായാലും ഒരു വലിയ വിഭാഗം ഉന്നത സവർണ ഹിന്ദു വോട്ടായാലും എല്ലാം പത്തനംതിട്ടയിൽ വന്നവരും അങ്ങനെ NSSന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മധ്യ തിരുവിതാംകൂറിന്റെ. അപ്പൊ അവിടെയാണ് ഈ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം 7 മണ്ഡലങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പൊളിറ്റിക്കലായിട്ട് ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ സഭകൾക്കുള്ളിൽ മുമ്പുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം, തീവ്രമായ കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോഴില്ല. അത് സഭകളുടെ തമ്മിലുള്ള തർക്കത്തിൽ ഒരു പക്ഷത്തിന് പലപ്പോഴും ഇടതുപക്ഷത്തോട് ഐക്യപൂർവ്വം ചിലപ്പോൾ വിരോധവും ഒക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം ഒരു മോണോലിത്തിക് ആയിട്ട് നിന്ന ഒരു ഏകശിലാ മാതൃകയായിട്ട് നിന്നിരുന്ന ആ ഒരു അവസ്ഥ, അതായത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ ഒരു വലിയ കേന്ദ്രീകരണം ഉണ്ടായിരുന്ന അത് ഛിന്നമായിട്ടുണ്ട്, അത് ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ആ സഭകളുടെ ആ വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിലേക്ക് മറ്റും വന്നിരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇതെല്ലാം തീർച്ചയായിട്ടും CPMന് ഇടതുപക്ഷത്തിന് ഒരു വലിയ സഹായമായിട്ടുണ്ട്. അത് മുമ്പൊന്നുമില്ലാത്ത വിധം പല മേഖലകളിൽ കാണാത്ത വിധമാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അനുഭാവം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാം പക്ഷെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അത് പ്രകടമാകും എന്നുള്ളതാണ് നമുക്ക് കാണാറുള്ളത്. കാരണം കേരളത്തിന്റെ വളരെ എന്താ പറയുക ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അസംബ്ലിയിലേക്കും ലോകസഭയിലേക്കും തീർത്തും പരസ്പര വിഭിന്നമായിട്ടുള്ള തരത്തിലുള്ള ഒരു വോട്ടിംഗ്. അപ്പോൾ അത് അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ട ഇപ്പോഴും. പിന്നെ മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് മാണി ഇവിടേക്ക് വന്നതിന് ശേഷമുള്ള, ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ കേരള കോൺഗ്രസ് വോട്ടുകൾ, പക്ഷെ നേതാക്കന്മാരെല്ലാം പക്ഷത്തേക്ക് മാറിയെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് ഏത് വിഭാഗവും UDFിൽ നിന്ന് ആകർഷിക്കുന്ന അത്രയും വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ കിട്ടാറില്ല എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പക്ഷത്തുള്ള വോട്ടുകളെല്ലാം വലിയ വിഭാഗം ഇങ്ങോട്ട് മാറി എന്ന് കരുതുന്നത് വാസ്തവത്തിൽ ശരിയായിരിക്കില്ല. കാരണം അത് വളരെ അടിസ്ഥാനപരമായി തന്നെ അവിടെ ചില സാമൂഹ്യ രാഷ്ട്രീയ സമവാക്യങ്ങളുണ്ട്. അത് ശരി ഏതായാലും ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് വിഭാഗങ്ങളിൽ കേരള കോൺഗ്രസ് മാണിയിലടക്കം ഉണ്ട്. പാർട്ടി മുന്നണി മാറിയെങ്കിലും UDFന് അനുകൂലമാവുന്ന കേരള കോൺഗ്രസിന്റെ അത്രയും കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിന് അനുകൂലമാവാറില്ല എന്നുള്ളത് സത്യം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 2009 മണ്ഡലം രൂപവൽക്കരണമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ അവരൊക്കെ അനന്തഗോപനെയാണ് മത്സരിപ്പിച്ചത്. 2014 കോൺഗ്രസ് വിട്ടുവന്ന പീലിപ്പോസ് തോമസിനെ മത്സരിപ്പിച്ചു. അനന്തഗോപനെ അപേക്ഷിച്ച് പീലിപ്പോസ് തോമസ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. 2019 അന്ന് MLA ആയിരുന്ന വീണ ജോർജിനെ മത്സരിച്ചുകൊണ്ട് പത്തനംതിട്ട പിടിക്കാൻ CPIM ശ്രമിച്ചു. പക്ഷേ 2ാം സ്ഥാനത്ത് എത്താനേ സാധിച്ചുള്ളൂ. ഇക്കുറി തോമസ് ഐസക്കാണ് സ്ഥാനാർത്ഥി.
മുൻ മന്ത്രിയാണ്, CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഐസക്കിൻ്റേതായ ചില പ്രവർത്തന രീതിയുണ്ട്, പ്രചാരണ രീതിയുണ്ട്, ജനങ്ങളുമായി അടുത്തിടപഴകുന്ന നേതാവാണ്. ഇത് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഒരു സാധ്യത നൽകുന്നുണ്ട് ഇടതുമുന്നണിക്ക്? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപഴകൽ, ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ, ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടൽ, ഇതൊക്കെ ഏത് വിധത്തിലെങ്കിലും ഒരു സാധ്യത ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് CPM-നും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഐസക് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല പത്തനംതിട്ടയിൽ മത്സരിക്കാൻ. അപ്പോൾ വാസ്തവത്തിൽ ഐസക് എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ എന്താ പറയുക, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതിനപ്പുറത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കാര്യമാണ്. കാരണം ഇത്തവണ ഐസക്കിന് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും അത് കഴിയുമോ, സമീപകാലത്തെങ്കിലും കഴിയുമോ എന്നുള്ളതിനെപ്പറ്റി സംശയം. അതുകൊണ്ട് ഐസക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഈ 20 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ, മികച്ച സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഐസക്കിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ, ഐസക്കിന്റെ പിന്നെ ബാക്കി മറ്റൊരു തരത്തിലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിലും ഒക്കെ ഉള്ളത്. അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം, പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ കേരള ചരിത്രത്തിൽ, കേരള സാമ്പത്തിക ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. അതൊക്കെ വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. പിന്നെ ഈ വ്യക്തിപരം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ സഭകളിലും വാസ്തവത്തിൽ ഐസക്കിന് മോശമല്ലാത്ത ബന്ധങ്ങളുണ്ട് എന്നുള്ളത് സംശയമില്ല. വീണ തീർച്ചയായിട്ടും വീണയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗത്തിൻ്റെയെങ്കിലും പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു. ആ ഓർത്തഡോക്സ് സഭയുടെ ആ നിലപാടിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചർച്ച് ബില്ലിന്റെ കാര്യം വന്നു. യാക്കോബായ സഭയെ കൂടുതൽ സഹായിക്കുന്ന ഇടതുപക്ഷം എന്നുള്ള ഒരു പരാതി ഇവിടെയുണ്ട്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ഓണത്തെക്കാട്ടിലും കൂടുതൽ ഇടതുപക്ഷ വിരുദ്ധമാണ് എന്നൊക്കെ പറയാം. ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ വലിയ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐസക്കിനും ഈ സഭകളുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം, സഭയുടെ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഐസക്കിന് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആരാ എന്നുള്ളതിനെ പറ്റി സംശയമാണ്. പക്ഷെ ഐസക്കിനെതിരായ 1-2 ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരാതി അതിന്റെ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെന്റ് മോശമാണ് എന്നാണ് എല്ലാവരും പിന്നെ ഇടതുപക്ഷത്തിന്റെ വിമർശകർ കാര്യമായി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി. അപ്പൊ ഈ കേരളത്തില് ഇപ്പോ പെൻഷൻ മുടങ്ങുന്നു, വിലകളുടെ പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള വലിയ വലിയ പ്രതിസന്ധികൾ, ഇതിന്റെ എല്ലാം ഉത്തരവാദി തോമസ് ഐസക് ആണ് എന്നുള്ള രീതിയിലുള്ള ശക്തമായ പ്രചരണം UDF അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള സംശയമില്ല. ഇപ്പൊ കിസ്ബിയുടെ കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് കാര്യത്തില്ല. അപ്പൊ കേരളത്തിന്റെ ഈ സാമ്പത്തിക ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഒരു എന്താ പറയുക, ഒരു ആൾരൂപമായിട്ട്, അതിലൊരു കാരണക്കാരനായിട്ട് ഐസക്കിനെ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ അത് ചിലപ്പോൾ ഫലിച്ചേക്കാം. കാരണം ഇന്നിപ്പോ പറഞ്ഞ പോലെ പെൻഷൻ കിട്ടാത്തവരുണ്ട്, അല്ലെങ്കിൽ കടയിൽ പോയാൽ വേണ്ട സാധനങ്ങളില്ലാത്ത കിട്ടാത്തവരുണ്ട്. ഇതെല്ലാം കാരണം മറ്റെന്തായാലും അതിനെ ഒരു വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണം ഐസക്കിന് പ്രതികൂല ഘടകമാണ് അവിടെ. രണ്ടാമത് ഐസക്കിനെതിരായിട്ട് വളരെ വ്യക്തിപരമായ, വളരെ മോശമായിട്ടുള്ള ഒരു തരത്തിലും ആരോഗ്യകരമല്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ കുടുംബയോഗങ്ങളിലും മറ്റും നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെ ഉയർത്തുകയും അപ്പോൾ സ്ത്രീകൾക്കിടയിലും മറ്റും വളരെ കാര്യമായ പ്രചാരണം നടത്തുന്നുണ്ട്. വളരെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ പ്രചരണത്തിനും ഒരു പക്ഷേ പറഞ്ഞ പോലെ എന്തെങ്കിലും മോശമായ ഫലം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി ആശങ്ക ഇടതുപക്ഷത്തുണ്ട് എന്നുള്ളത് സംശയമേ. അപ്പോൾ ശക്തമായ ഘടകങ്ങൾ, അനുകൂല ഘടകങ്ങളുണ്ടെങ്കിൽ ചില ദുർബല ഘടകങ്ങളുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ സമീപകാലത്ത് ഇടതുപക്ഷം പത്തനംതിട്ട ലോക്സഭ വിജയിക്കുമെങ്കിൽ അത് ഐസക്കിലൂടെ ആവണം, അത് ഇക്കുറിയാകണം. അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും വീണ്ടും പഴയ നില തുടരാനാണ് പത്തനംതിട്ടയിൽ സാധ്യത. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ സമുദായ ഘടകം, വോട്ടർമാരുടെ സമുദായം തിരിച്ചെടുത്ത കണക്കെടുത്താൽ പത്തനംതിട്ടയിൽ ഏതാണ്ട് 40% ക്രിസ്തുമത വിശ്വാസികളാണ്. അതിൽ തന്നെ പ്രാമുഖ്യം ഓർത്തഡോക്സ് സഭക്കാർക്ക്, പിന്നെ വരിക യാക്കോബായ വിഭാഗം, മറ്റു റീത്തുകളുടെ സാന്നിധ്യവുമുണ്ട്. പള്ളിത്തർക്കത്തിൽ യാക്കോബായ വിഭാഗത്തിനൊപ്പം എന്ന തോന്നലുള്ളതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് അത്ര പഥ്യമില്ല,
CPIM-നോടും ഇടതുമുന്നണിയോടും. സഭകളുടെ നിലപാട് എത്രത്തോളം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രിയം BJP ആണ് എന്ന് പറയുന്നവരുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? BJP തീർച്ചയായിട്ടും ഈ സഭകൾക്കുള്ളിൽ നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനം, അത് BJP നടത്തിയ പ്രവർത്തനം മാത്രമല്ല, ഒരു മുസ്ലിം വിരുദ്ധ ഒരു മനോഭാവം, അല്ലെങ്കിൽ അത് സഭകൾക്ക് പൊതുവേ ക്രിസ്തീയ സഭകളുണ്ട്. അത് ഏറ്റവും ശക്തമായ കത്തോലിക്ക സഭയിലാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗത്തിൽ, പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ വിഭാഗങ്ങളിൽ തന്നെയുള്ള എലീറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരേണ്യ വിഭാഗം, ഏറ്റവും സമ്പന്നമായിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിലാണ് ഈ മുസ്ലിം വിരോധം നമ്മൾ ഏറ്റവും അധികം പ്രകടമായി കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ പല കാരണങ്ങളാൽ പത്തനംതിട്ട ജില്ലയ്ക്ക് അങ്ങനെ ഒരു ചരിത്രവും മറ്റും ഉണ്ട് താനും. കാരണം ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഏറ്റുമുട്ടലുകളുടെയും സംഘർഷങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുള്ള ചില പ്രദേശങ്ങൾ പത്തനംതിട്ടയിലുണ്ട്. ഈ കേരളത്തിൽ തന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം ഒരു സംഘർഷം ഉള്ള ഏതാനും ജില്ലകൾ എടുത്താൽ, എറണാകുളം പോലൊരു ജില്ല എടുത്താൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ കോട്ടയവും പത്തനംതിട്ടയൊക്കെയാണ് പ്രത്യേകിച്ച്. അപ്പോൾ അവിടെ അതൊക്കെ വാസ്തവത്തിൽ അത് ഈ പറഞ്ഞ ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ കാസ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം, ഇതെല്ലാം പിന്നെ അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷത്തിന്റെ വിത്തുകൾ, ഇതെല്ലാം വാസ്തവത്തിൽ ഒരു വലിയ പരിധിവരെ സഭയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് പറഞ്ഞ പോലെ. പക്ഷെ അതേ സമയത്ത് അതിന് എതിരായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടൊക്കെ മണിപ്പൂരിലെ മറ്റു കാര്യങ്ങൾ വളരെ ശക്തമായി അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തീയ സഭകൾക്ക് മുമ്പില്ലാത്ത വിധം, ക്രിസ്തീയ സമുദായത്തിൽ മുമ്പില്ലാത്ത വിധം ഒരു BJP അനുഭാവ ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. അത് പത്തനംതിട്ടയിൽ ഉണ്ടാവും. അത് ഓർത്തഡോക്സ് സഭ അതിനകത്ത് ഒരു പറഞ്ഞ ക്രിസ്തീയ സഭകളിൽ തന്നെ രണ്ടാമത്തെ സഭ എടുക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള വികാരം പ്രകടമായിരിക്കുന്ന ഒരു സമുദായവും സഭയുമാണ്. അതൊക്കെ BJP മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ ആന്റണിക്ക് ഉണ്ടായിരുന്ന ചില എതിർ ഘടകങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചതിൽ ഇതുമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ കിഫ്ബിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. തോമസ് ഐസക്കാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ ഉത്തരവാദിത്തി എന്ന മറ്റുള്ള പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. ഐസക്കിന് ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കോടതി പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്ന നിലപാടെടുക്കുന്നു. ഇത് ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ട പോലെ ഒരു മണ്ഡലത്തിൽ സാമ്പത്തികമായി കുറേയൊക്കെ മെച്ചപ്പെട്ട് നിൽക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്, പാവപ്പെട്ട ആളുകളുമുണ്ട്, യുവാക്കളും ചെറുപ്പക്കാരും അവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോകാൻ കൂടുതലായി ശ്രമിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മൊത്തം ഉത്തരവാദി തോമസ് ഐസക്കാണ്. കിഫ്ബി പോലൊരു പ്രോജക്റ്റ് വളരെ അപകടകരമായിരുന്നു. ഇത്തരം പ്രചാരണങ്ങൾ എത്രത്തോളം വിലപ്പോകും എന്നുള്ളൊരു ചോദ്യമല്ലേ? ഒരു പരിധിവരെ അതൊക്കെ വില പോകും. കാരണം പല മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് ഉത്തരവാദിയാണ്. ഇന്ത്യ മുഴുവൻ അത് കാണാൻ അടുത്ത സമീപ ദിവസങ്ങളിൽ കണ്ട CSDS സർവേയിലും മറ്റും കാണുന്ന പോലെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ വോട്ടർമാരെ ഏറ്റവും അധികം ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർന്നു വരാനുമുണ്ട്. അപ്പോൾ അതൊരു ദേശീയ തലത്തിൽ തന്നെ അങ്ങനെയുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ അതിനൊരു ഒരു പരിധി വരെ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിൽ അത് വരും. ആ സംസ്ഥാന ഗവൺമെന്റ് വരുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഈ പ്രചരണം ഐസക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നതിലും, ഐസക്കാണ് ഈ സാമ്പത്തിക ദുരന്തത്തിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതും മറ്റും ഐസക്കിനെ ബാധിക്കുന്ന സംശയമില്ല. പിന്നെ ഈ നേരത്തെ ക്രിസ്തീയ സഭകളുടെ കാര്യം, അതിന്റെ ഒരു ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവം പറയുന്ന പോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അതിന് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി സഭയ്ക്കുള്ളിൽ വളരെ അധിക കാലമായി നടത്തുന്ന ഒരു പാരമ്പര്യം കൂടെ ഉണ്ട് അവിടെ. ഇപ്പോൾ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഒക്കെ തിരുവല്ലയിലും മറ്റും ഉണ്ടായിരുന്ന മാം തോമസിനെ പോലെയുള്ള ഒക്കെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡൈനാമിക് ആക്ഷൻ പോലെ ഇതൊന്നും ഇപ്പോൾ പഴയ പോലെ സജീവമല്ലെങ്കിലും ഈ ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ, വിശ്വാസികൾക്കുള്ളിൽ തന്നെ ഇടതുപക്ഷത്തിനോടും മറ്റും ആഭിമുഖ്യമുള്ള ഒരു ധാര ഈ പത്തനംതിട്ട ജില്ലയിൽ വളരെ കാലമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ ധാരയ്ക്ക് വാസ്തവത്തിൽ ഐസക്കുമായിട്ട് വളരെ അടുത്ത ബന്ധവും സൗഹൃദമുള്ള
ഒന്നാണ് കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഐസക്കിന് എതിരായിട്ടുണ്ടായിരിക്കുന്ന ഘടകങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കുള്ളിൽ ഒക്കെ അപ്പുറത്ത് ചില അനുകൂല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം വളരെ രൂക്ഷമായിട്ട് മാറിയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ തരത്തിലുള്ള ഒന്നും ഒരു 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 മേഖലയിലും ഒരു കക്ഷിക്കും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അതിനൊരു ആധിപത്യമോ മേധാവിത്വമോ ഇല്ല. എല്ലായിടത്തും അതിന് ബദൽ ശക്തികളും ഉയർന്നു വന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട തെരഞ്ഞെടുപ്പിനെ വളരെ വളരെ ശക്തമാക്കുന്നതും ഒരുപക്ഷെ ശ്രദ്ധേയമാക്കും. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇപ്പോൾ സഭയിൽ തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചെറു ഗ്രൂപ്പുകളുടെ കാര്യം സൂചിപ്പിച്ചല്ലോ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം UDF-നുണ്ടാക്കുന്ന അത്ര ഗുണം ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കില്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി ഈ 4 നിയമസഭാ മണ്ഡലം, അതിൽ തിരുവല്ല ഒഴിവാക്കുക, ബാക്കി 3 നിയമസഭാ മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഗുണം ചെയ്തിട്ടുമുണ്ട്. കാരണം കേരള കോൺഗ്രസ് വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലം നമ്മൾ ഈ മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്രത്തോളം കിട്ടാൻ സാധ്യതയുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്രയും കിട്ടാൻ വഴിയില്ല. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ കേരള കോൺഗ്രസ് മാണിക്ക് ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെയുള്ള സ്വാധീനത്തിന്റെയും അതിനൊപ്പമുണ്ടായിരുന്ന വോട്ടുകളുടെയും ഒരു പങ്ക് വന്നിട്ടില്ല എന്നുള്ളതൊരു ശരിയാണ്. കാരണം ഇത്രയല്ല വരേണ്ടത്, ഇതിൽ കൂടുതൽ. കാരണം കേരള കോൺഗ്രസിന് ആ പ്രദേശത്തുള്ള സ്വാധീനവും മറ്റും വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ചു എന്നുള്ള ശരിയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വേണ്ട ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു പിന്തുണ അല്ലെങ്കിൽ വലിയ ഒരു വോട്ടിന്റെ പിന്തുണ അത്രയും കിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം കേരള കോൺഗ്രസ് മാണി വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ കേരളത്തിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള സംശയമില്ല. പക്ഷേ ഐക്യമുന്നണിയിൽ, ഐക്യജനാധിപത്യ മുന്നണിയിൽ മാണി കോൺഗ്രസ് നിൽക്കുമ്പോൾ അവർക്ക് കമാൻഡ് ചെയ്യാവുന്ന, അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ അത്രയും ഇവിടെ കിട്ടില്ല. അതിന് വളരെ വളരെ ചരിത്രപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ലോക്സഭയിൽ ഇപ്പോൾ കോട്ടയം പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പല സ്ഥലത്തും ഇത് കാണുന്ന ഒരു പ്രവണതയാണ്. അത് ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പ്രാദേശികമായ വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവ് അത് കോട്ടയത്ത് എങ്ങനെയാണോ അത്രത്തോളം ഇല്ലെങ്കിലും പത്തനംതിട്ടയിലും ഒരു വിഷയമാണ്. അതുപോലെ വന്യമൃഗശല്യം, അടുത്തിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. അതിന് മുൻപന്തിയിൽ ആൻ്റണി ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം വിഷയങ്ങൾ പ്രാഥമികമായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രാഥമികമായി ഇടതുപക്ഷത്തിനെ ബാധിക്കും. അതിൻ്റെ ഒരു വലിയ പങ്ക് ഐസക്കിന് വഹിക്കേണ്ടിയും വരും. അതാണ് ഐസക്കിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ മുഖ്യമാണ് ഈ ഘടകങ്ങളൊക്കെ. ഇതിൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രാദേശികമായ കാരണങ്ങൾ മുതൽ ദേശീയവും സംസ്ഥാന തലത്തിലൊക്കെയുള്ള ഘടകങ്ങൾ, ഇതെല്ലാം പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ നോക്കിയാലും, കേരളം മുഴുവൻ എവിടെ നോക്കിയാലും ഒരു നറേറ്റീവ്, ഈ തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ ബാറ്റിൽ ഓഫ് നറേറ്റീവ്സ്. ആരുടെ ആഖ്യാനമാണ് കൂടുതൽ ഫലപ്രദമാകുന്നത് അവരാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയി അല്ലെങ്കിൽ പരാജയമാർക്കം തെളിയിക്കുന്നത്. അല്ലാതെ വളരെ കൃത്യമായ, വളരെ വസ്തുനിഷ്ഠമായ ഘടകങ്ങൾ മറ്റും വിലയിരുത്തിയല്ല. ഒരു വൈകാരികമായിട്ടുള്ള ഇതാണ് ഒരു ഏറ്റവും ശക്തമായി മുന്നോട്ട് വരുന്ന ആഖ്യാനം ഏതാണ്, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ ഈ സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഇടതുപക്ഷ വിരുദ്ധ ഒരുപാട് ഘടകങ്ങൾക്ക് ഒരു ബദൽ നറേറ്റീവ്, ഒരു ബദൽ ആഖ്യാനം ചെയ്യാൻ ഈ ഗവൺമെന്റോ അതിന്റെ ഇടതുപക്ഷ മുന്നണിക്കോ കഴിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അതിനൊക്കെ പിഴ മൂളേണ്ടി വരുന്ന അത് പലപ്പോഴും തെരഞ്ഞെടുപ്പിലാവാം. അത്രമാത്രം ഒരു വില കൊടുക്കാൻ ഒരുപക്ഷെ ഐസക്ക് നിർബന്ധിതനായേക്കും എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ അനിൽ ആൻ്റണിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ 2019 കെ സുരേന്ദ്രൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഹിന്ദുവിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ BJP വലിയ തോതിൽ ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയായിരുന്നു 2019 കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടിയ വോട്ട് കൂടിയെങ്കിലും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സുരേന്ദ്രൻ ഇതാ 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്തും എന്ന പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് കൂടിയെങ്കിലും 3ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. അത്തരം സാഹചര്യങ്ങളൊന്നുമില്ലാതിരിക്കെ BJP 3ാം സ്ഥാനത്തിന് അപ്പുറത്തേക്ക് വരിക എന്നുള്ളൊരു സാധ്യത അത് പത്തനംതിട്ടയിൽ ഉണ്ടോ?
ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ നഷ്ടമാകുന്നു എന്ന് വിചാരിക്കുക, പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകളിൽ ഇടിവുണ്ടാവുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ഇടതുപക്ഷത്തിന് ഗുണമാകില്ലേ? തീർച്ചയായിട്ടും അതാണ് ഒരു ഗുണം കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇടതുപക്ഷ ഹിന്ദു വോട്ടുകൾ മറ്റെന്ത് കാരണമായാലും ഹിന്ദു വോട്ടുകളുടെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരു വിഭാഗം പോലും ശബരിമലയിൽ കാര്യത്തിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം. അത് പിന്നെ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ അത് കണ്ടതാണ്. കാരണം ഇടതുപക്ഷം പോലും പിന്നീട് അവർ ആദ്യം സ്വീകരിച്ച ഉറച്ച നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചില വിഭാഗങ്ങളിൽ പോലും നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ വിചാരങ്ങൾ, ഈ തോന്നലുകൾ, ആചാരങ്ങളും അതുപോലെയൊക്കെ ബന്ധപ്പെട്ട്, കാരണം അത് സ്വാഭാവികം. കാരണം ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ വളരെ ശക്തമായി അവരങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക, അത് സ്വാധീനിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രചരണം നടത്തുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വളരെ ഡീപ്പ്, വളരെ ആഴത്തിലുള്ള പൊളിറ്റിക്കൽ സെൻസ് ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതല്ലല്ലോ മഹാഭൂരിപക്ഷം സാധാരണക്കാരാണ്. അവർക്ക് ചുറ്റിനും നടന്നു വരുന്ന എല്ലാത്തരം പ്രചരണങ്ങൾക്കും അവരെ വിധേയരാകും. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം പിന്നെ ഹിന്ദുക്കൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നവരിൽ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ വളരെ പ്രകടമായിരുന്നു അത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വോട്ടുകളിലെ ഒരു പങ്ക് തീർച്ചയായിട്ടും തിരിച്ചിടതുപക്ഷത്തേക്ക് വരും. അത് ഐസക്കിനെ സഹായിക്കുകയും ചെയ്യും. ബി ജെ പി 3ാം സ്ഥാനത്തിന്റെ മുമ്പോട്ട് വരുമെന്ന് എനിക്ക് യാതൊരു പിന്നെ ഒട്ടും തന്നെ തോന്നുന്നില്ല. ആ 3ാം സ്ഥാനത്തല്ലാതെ 2ാം സ്ഥാനത്തേക്കും മറ്റും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഈ പറഞ്ഞ പോലെ ശബരിമല കാലത്ത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചോർന്നു പോയ ഒരു വിഭാഗം വോട്ടുകളെങ്കിലും മുഴുവനോടെ വരില്ല. കാരണം ചില പോയ ഒരു പങ്കിപ്പോ പൂർണ്ണമായിട്ടും ബി ജെ പി പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പങ്ക് തിരിച്ചു വരും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഉറപ്പിക്കാം ഈ തെരഞ്ഞെടുപ്പ്. അവസാനമായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ്. നേരത്തെ പറഞ്ഞല്ലോ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും 2 പാറ്റേണിൽ വോട്ട് ചെയ്യുന്ന പതിവുണ്ട് കേരളത്തിൽ എന്ന്. അങ്ങനെ ലോക്സഭയിലേക്ക് ആയതുകൊണ്ട് അതുകൊണ്ടുള്ളൊരു മേൽക്കൈ, പതിവായി ലഭിക്കുന്നൊരു മേൽക്കൈ കോൺഗ്രസിന് അത് ഇക്കുറിയും പത്തനംതിട്ടയിൽ ഉണ്ടാവും? തീർച്ചയായിട്ടും. ലോക്സഭയിൽ എല്ലാ കാലത്തും മിക്കവാറുമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ട്. അവിടെ എപ്പോഴും കിട്ടുന്ന മേൽക്കൈ UDF-നാണ്. ആ മേൽക്കൈ കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞവണയും ഈ ഇടതുപക്ഷം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 7 മണ്ഡലങ്ങളും പിടിച്ച ഒരു മണ്ഡലത്തിൽ പോലും 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏതാണ്ട് 1.5 ലക്ഷത്തോളം വിജയിച്ചത്. അതുകൊണ്ട് ആ ലോക്സഭയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള UDF മേൽക്കൈ തുടരും. അതേ സമയത്ത് പത്തനംതിട്ടയിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളി ഉയർത്താൻ തോമസ് ഐസക്കിന് കഴിഞ്ഞിട്ടുമുണ്ട്. റൈറ്റ്. 4ാം ഊഴം ഒട്ടും എളുപ്പമല്ല ആൻ്റണിക്ക്. തോമസ് ഐസക്കിന് ആദ്യ ലോക്സഭാ മത്സരം എന്നുള്ളത് വലിയ കടുപ്പമേറിയതുമാണ്. ഈ മത്സരത്തിൽ 3ാം സ്ഥാനം എളുപ്പത്തിൽ ഉറപ്പിക്കാം അനിൽ ആൻ്റണിക്ക്. BJP അധികമായി പിടിക്കുകയോ BJPക്ക് നഷ്ടമാവുകയോ ചെയ്യുന്ന വോട്ടുകൾ പത്തനംതിട്ടയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായേക്കും.